കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന്റെ അതിഭീകരമായിട്ടുള്ള ക്രൂരത വെളിവാക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. നമ്മുടെ കേരള മാധ്യമങ്ങളടക്കം അത് വലിയ രീതിയിൽ ആഘോഷിച്ചു. ലോകാരോഗ്യ സംഘടന ഈ വാർത്തയെ അപലപിച്ചു, ഇസ്രായേലിനെ അപലപിച്ചു. ഇസ്രായേൽ ഇത് എന്താണ് കാണിക്കുന്നത്? മനുഷ്യരാശിക്ക് തന്നെ നിരക്കാത്ത കാര്യങ്ങളാണ് ഇസ്രായേൽ കാണിക്കുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത്. എന്നാൽ അതിനുശേഷമാണ് ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് ഇസ്രായേൽ പുറത്തുവിടുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത എന്ന് പറയുന്നത് ഗാസയിൽ തന്നെ 4 ആശുപത്രികളാണ് ശസ്ത്രക്രിയ നടത്താനായി പര്യാപ്തമായിട്ടുള്ള ആശുപത്രികളായി ഉള്ളത്. സ്വാഭാവികമായിട്ടും ഫലസ്തീൻകാർക്ക് അവിടെ അതീവ ദുഃഖത്തിലും ദുരിതത്തിലുമാണ് അവർ ഉള്ളത്. അവർക്ക് ആശുപത്രികളിൽ ഒന്ന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആശുപത്രി എന്ന് പറയുന്നത്. പരിക്കേറ്റ ആൾക്കാരെ ഒന്ന് ചികിത്സിക്കാൻ, കുട്ടികളെ ഒന്ന് ചികിത്സിക്കാൻ, അങ്ങനെയുള്ള ആശുപത്രി അവർക്ക് വളരെ ആവശ്യമാണ്. ഇതിൽ 3 ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. ഇനി ഒരെണ്ണമുള്ളത് കമാൽ അദ്നാൻ എന്ന് പറയുന്ന ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്, കേരളത്തിലടക്കം വലിയ രീതിയിൽ ഈ വാർത്ത ആഘോഷിക്കപ്പെട്ടു. ഇസ്രായേൽ അവിടെയുള്ള പാവപ്പെട്ട രോഗികളുടെയും കുട്ടികളുടെയും തലയിൽ തോക്കു ചൂണ്ടി അവരുടെ ശിരോവസ്ത്രം അഴിക്കാൻ പറഞ്ഞു. ശിരോവസ്ത്രം അഴിക്കാത്ത സ്ത്രീകൾക്ക് നേരെ ഇസ്രായേൽ അവരുടെ കരണത്തടിക്കുകയും അവരെ വലിച്ചഴിക്കുകയും ചെയ്തു. അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാത്തത് ഭാഗ്യമായി പോയി. എന്തായാലും അങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇന്ന് ആ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ പറയുന്നത് ആണ് ഇപ്പോൾ, ഇസ്രായേലിന്റെ വേർഷനാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 240 ഹമാസ് തീവ്രവാദികളെയാണ് ആ ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ രോഗികളും കുട്ടികളും ഒന്നുമായിരുന്നില്ല. ആ രോഗികളുടെയും കുട്ടികളുടെയും വേഷം ധരിച്ച് ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ ഉണ്ടായിരുന്ന അത് ഹമാസ് തീവ്രവാദികളാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 240 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ഇസ്രായേൽ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോയിലുള്ളത് ആ ആശുപത്രിയിൽ നിന്നും വൻ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുക്കുന്ന ഒരു വീഡിയോയാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ രക്ഷപ്പെടാനായി ഭീകരർ രോഗികളുടെയും ആശുപത്രി ജീവനക്കാരുടെയും വേഷത്തിലായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആയുധങ്ങളും വെടിക്കോപ്പുകളും വൻതോതിൽ പിടിച്ചെടുത്തു. ഇസ്രായേൽ രോഗികളോടും ഡോക്ടർമാരോടും മോശമായി പെരുമാറിയെന്നും പോരാത്തതിന് അവരുടെ ജീവൻ അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞത് വേറെ ആരുമില്ല, ഹമാസ് ആണ്. അത്രയ്ക്ക് കരുണാനിധിയായിട്ടുള്ള ഹമാസ് ഭീകരർ പറയുന്നത് ഇസ്രായേൽ അവിടെയുള്ള രോഗികളുടെ തലയിൽ തോക്ക് വെച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഹമാസിന്റെ പ്രധാന പണി എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു മിസൈൽ ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ ആ മിസൈലിനെ തടുക്കാൻ സ്ത്രീകളെയും കുട്ടികളെയും എടുത്ത് മുന്നിൽ നിർത്തുക എന്നുള്ളതാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രധാനമായിട്ടും അവിടെ സ്ത്രീകളും കുട്ടികളും മരിച്ചു വീഴുന്നത്. ഈ സ്ത്രീകളെയും കുട്ടികളെയും മരിച്ചു വീഴുന്ന അവരുടെ ശവശരീരം ഉയർത്തി അന്താരാഷ്ട്ര ലോകത്തിന് മുന്നിൽ കാട്ടി GCC രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുക. അതിനുശേഷം ഹമാസ് ആ പണം കൊണ്ട് സുഖിച്ച് ജീവിക്കുക. ഇസ്മയിൽ ഹനിയയൊക്കെ വലിയ രീതിയിൽ ടൂറിന് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഇറാനിൽ ടൂറിൽ പോയ സമയത്ത് അയാളെ മൊസാദ് വധിച്ചത്. എന്തായാലും ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ ലോകാരോഗ്യ സംഘടന അപലപിച്ചു എന്നാണ്. വടക്കൻ ഗാസയിൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന 4 ആശുപത്രിയിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ 4 ആശുപത്രികളിൽ ഒന്നാണിത്. ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം വടക്കൻ ഗാസയിലെ ആരോഗ്യ സേവനങ്ങൾ വഷളായി എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇതിനു മുമ്പ് ഇസ്രായേൽ ആക്രമിച്ചത് തീവ്രവാദികളുടെ സ്വന്തം ഈറ്റില്ലമായിട്ടുള്ള അൽ ഷിഫ എന്ന് പറയുന്ന ആശുപത്രിയായിരുന്നു. ആ ആശുപത്രി ആക്രമിക്കുകയും ആ ആശുപത്രിയിൽ ഡയറക്ടറായി വേഷമിട്ടിരുന്ന ഹമാസ് ഭീകരനെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തെക്കൻ ഗസയിലെ നസീർ എന്ന് പറയുന്ന വേറൊരു ആശുപത്രിയുണ്ട്, അതും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. എന്തായാലും ഇസ്രായേലിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന, മതവസ്ത്രങ്ങൾ ഇട്ട് നിൽക്കുന്ന അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും എന്ന് ധരിച്ചിരിക്കുന്ന ഭീകരന്മാരുടെ വസ്ത്രങ്ങൾ ഊരി ഞങ്ങൾക്ക് പരിശോധിച്ചേ മതിയാകൂ. കാരണം ഇവർ ഭീകരരാണ്. ഈ ഭീകരർക്ക് ഒരു പ്രത്യേക ചിഹ്നമുണ്ട്. ആ ചിഹ്നം ഇവരുടെ ശരീരത്തിൽ ഉണ്ടോ എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് എന്നുള്ള ഇസ്രായേലിന്റെ വാദം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതോടുകൂടി കഴിഞ്ഞ ദിവസത്തെ വാർത്ത തന്നെ പൂർണ്ണമായും നിഷ്പ്രഭമായി പോയിരിക്കുകയാണ്. ഇസ്രായേൽ പുറത്തുവിട്ട ആ വീഡിയോ കൂടെ വന്നതോടുകൂടി ലോകാരോഗ്യ സംഘടനയടക്കം മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.